ഒരുപാട് ആശങ്ക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ടെലിവിഷൻ അവാർഡ് ആദ്യമായി സംഘടിപ്പിച്ച ചാനലിന് പിന്നീടുണ്ടായിട്ടുള്ള ചില നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മളിലൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ സ്വീകാര്യമായി, ഒരുപക്ഷെ കേരള വിഷൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എല്ലാ ചാനലുകൾക്കും സ്വീകാര്യമായ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാവാം ഒരുപക്ഷെ അത്തരത്തിലൊരു സ്വീകാര്യത നമ്മുടെ ഈ ചാനലിനും നമ്മുടെ ഈ പ്രോഗ്രാമിനും ഒക്കെ കിട്ടുന്നത്. മൂന്നാമത് ടെലിവിഷൻ അവാർഡിന്റെ അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിക്കുന്ന ഒരു വേദിയാണിത്. അതുകൂടാതെ തന്നെ നമ്മൾ കേരള വിഷന്റെ പബ്ലിക്കേഷൻസ് നിരവധി പുസ്തകങ്ങളുമായിട്ടാണ് ഇപ്പോൾ. നമുക്കറിയാം വായനയ്ക്ക് വലിയ പ്രത്യേകിച്ച് ഡിജിറ്റൽ റീഡിങ്ങിലേക്ക് ഒരു തലമുറ മാറിയ ഒരു ഘട്ടത്തിൽ നമ്മൾ വീണ്ടും പുസ്തകം കുട്ടികളിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളെന്നല്ല, മുതിർന്നവരാണെങ്കിൽ പോലും വായന എവിടെയാണോ അവസാനിച്ചു തുടങ്ങിയത് അവിടെ മുതലാണ് നമുക്ക് കൂടുതൽ അപകടങ്ങളിലേക്ക് നമ്മളുടെ തലമുറകൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അവർ വായിക്കാൻ അതിന്റെ ഒരു എത്ര കണ്ട് നമ്മൾ പ്രയത്നിച്ചാലാണ് അവരെ ഒരു തിരിച്ചറിവ് കൊണ്ടുവരിക എന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും നമ്മൾ ലക്ഷ്യം ഒന്ന് അത് വെക്കുമ്പോൾ തന്നെ മറ്റൊന്ന് ഈ ഒരുപാട് ആശയങ്ങളും അല്ലെങ്കിൽ അവരവരുടെ കൃതികളും ഒക്കെയായി മറ്റു പബ്ലിക്കേഷൻസിൽ ഒന്നും സാധ്യതയില്ലാത്ത സ്ഥലങ്ങളും ഒക്കെ ഉള്ളപ്പോൾ എല്ലാവരും അവസാനിപ്പിക്കുന്നിടത്തുനിന്ന് നമ്മൾ ആ ഒരു പബ്ലിക്കേഷൻസിന്റെ തുടക്കം വരുമ്പോഴും ഞങ്ങൾക്കൊരാശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആശങ്ക ഇനി എത്ര വലിയ സാമ്പത്തിക ലാഭമല്ല ഞങ്ങളുടെ പബ്ലിക്കേഷൻസിന്റെ അത്യന്തികമായ ലക്ഷ്യമെന്നുള്ളതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് പ്രസക്തിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളതുമായിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളതിന്റെ ഭാഗമായിട്ടുള്ളത്. ഇപ്പം ആദ്യത്തെ നമ്മുടെ ഷംനാദ് പുതുശ്ശേരി എഴുതിയ ഒരു ബുക്കിന്റെ പബ്ലിക്കേഷൻസുമായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അത് വളരെ ഗംഭീരമായി അത് പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരെന്ന് തന്നെ പറയണം, പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും അതിലുപരി ഷംനാദിന്റെ രചന വളരെ എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു പുതിയ വായനക്കാരനെ വീണ്ടും മറ്റു പുസ്തകങ്ങളിലേക്ക് അവന്റെ കണ്ണ് ഓടിച്ചെത്തുന്ന തരത്തിലുള്ള ഒരു രചനയും അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു വിജയത്തിന്റെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് ഈ വേദി നടക്കുന്നത്. ഒരുപക്ഷെ കേരള വിഷനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സമയങ്ങളെടുത്ത് പറയേണ്ടതായ സാഹചര്യം ഇപ്പം നമ്മളെ സംബന്ധിച്ചുണ്ട്. ആ വേദി അല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഞാൻ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കേരള വിഷൻ ന്യൂസിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ PS സിബിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന്റെ മുഖ്യാതിഥികൾ ബഹുമാനപ്പെട്ട ഡോക്ടർ അരുൺകുമാർ, റിപ്പോർട്ടർ ടിവിയുടെ കൺസൾട്ടിംഗ് എഡിറ്റർ കൂടിയാണ്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് അവരുടെയും സാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. ന്യൂസ് മലയാളത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ, അതുപോലെ കേരള വിഷന്റെയും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെയും ഒക്കെ സമുന്നതനായ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തെ ശ്രീ അബൂബക്കർ സിദ്ദീഖ് യോഗത്തിലേക്ക് ഏറെ ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെയും കേരള വിഷന്റെയും ഒക്കെ ഏറ്റവും പ്രധാനികളിൽ ഒരാളും നിലവിൽ KCCL ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ K ഗോവിന്ദനെ ഹാർദവമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സുരേഷ് കുമാർ PP അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ന്യൂസ് മലയാളത്തിന്റെ ഡയറക്ടർ ശ്രീ TM ഹർഷൻ അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലേക്ക് അതുപോലെ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായിട്ടുള്ള ശ്രീ PF മാത്യൂസ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് അവരുടെയും പേരിൽ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ വിവിധ സെക്ഷനുകളിലായിട്ടാണ് നമ്മളുടെ ഓരോ ഫംഗ്ഷൻ ഇപ്പം പുസ്തക പ്രകാശനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രദീപിക ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായിട്ടുള്ള ശ്രീ മൈക്കിൾ വെട്ടിക്കോട്ട്, അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ റിപ്പോർട്ടർ ടിവിയുടെ മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ, ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രമുഖ വ്യവസായിയായിട്ടുള്ള ശ്രീ ബെന്നി വാഴപ്പള്ളിൽ അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടെ എത്തിയിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിൽ നിന്ന് എത്തിയിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകർ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഷംനാദ് പുതുശ്ശേരി, ശ്രീ ശിവപ്രസാദ്, ശ്രീ കൃഷ്ണദാസ്,
ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു. ന്യൂസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ പ്രജേഷ് അച്ചാണ്ടി അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പ്രോഗ്രാമിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ മുഴുവൻ ഞങ്ങളുടെ സ്നേഹിതരെയും സഹപ്രവർത്തകരെയും, അതുപോലെ ഞാൻ ശ്രീ നവാസ് മേത്തർ, ക്ഷമിക്കണം, എല്ലാവരും ഒരു ഒറ്റ വരിക്ക് ഇങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാ ക്ഷണവും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മുഴുവൻ ഞങ്ങളുടെ സഹപ്രവർത്തകരെയും സ്നേഹിതരെയും ഒറ്റവാക്കിൽ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെയുള്ളവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കും. ഓക്കെ, നമ്മളുടെ പരിപാടിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണ്. ഡോക്ടർ അരുൺകുമാറിന് പെട്ടെന്ന് പോകേണ്ടതുള്ളത് കൊണ്ട് നമ്മളുടെ പബ്ലിക്കേഷൻസിന്റെ ആദ്യ പുസ്തകത്തിന്റെ സക്സസ് ഇവിടെ ഒന്നാഘോഷിക്കാൻ ആണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം സ്വാഗത പ്രാസംഗികൻ വളരെ വിശദമായി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. നമ്മളുടെ ഡിജിറ്റൽ TV ഒന്നാം സ്ഥാനത്തേക്ക് വളരെ വിജയകരമായി എത്തി. ബ്രോഡ്ബാൻഡ് രംഗത്ത് നമുക്ക് വലിയ മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞു. ന്യൂസ് രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞു. കേരള വിഷൻ പബ്ലിക്കേഷൻ രംഗത്തും നമുക്ക് വലിയ മുന്നേറ്റം നടത്തുവാനാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. വലിയ ആശങ്കയായിരുന്നു ഞങ്ങൾക്ക് ഈ പുസ്തകം ആദ്യമായി പ്രസിദ്ധീകരിക്കുമ്പോൾ. ഒരു പരിചയവുമില്ലാത്ത ഒരു തലത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. വായനയുടെ ലോകത്ത് ഒരു ജനവുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പ്രിന്റ് മീഡിയ ആകെ ഔട്ടായിക്കൊണ്ടിരിക്കുന്ന കാലം ഒരു പുസ്തകം എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരും എന്നോർത്താണ് ഞങ്ങൾ ഈ പുസ്തക പ്രസിദ്ധീകരണം നടത്തിയത്. പക്ഷേ നമ്മുടെ ഷംനാദിൻ്റെ പുസ്തകം ഞങ്ങളെ ആകെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. കേരള വിഷൻ ആദ്യം ഒരു പുസ്തകം ഇറക്കുമ്പോൾ ആ പുസ്തകം പ്രസിദ്ധീകരിച്ച അന്ന് തന്നെ അതിൻ്റെ മുഴുവൻ കോപ്പികളും വിറ്റ് തീർന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷകരമായി തീരുന്നൊരു രംഗമായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ ഒരു ആവേശമാണ് കേരള വിഷൻ ഇനിയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ഇവിടെ 3 പുസ്തകത്തിന്റെ കവർ പ്രകാശനം നടക്കുകയാണ്. ഇനിയും ഒട്ടനവധി ആൾക്കാർ ഇപ്പോൾ കേരള വിഷന്റെ ഓഫീസിലേക്ക് എല്ലാവരും വിളിച്ചു കൊടുക്കുക, എൻ്റെ ഒരു പുസ്തകം ഉണ്ടൊന്ന് പ്രസിദ്ധീകരിക്കുക. ഇനി നമുക്ക് സെലക്ട് ചെയ്ത് മാത്രമേ പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ആദ്യ പുസ്തകത്തിന്റെ 2ാം പതിപ്പിന്റെ നമ്മൾ പ്രകാശനം കൂടി ഇന്നിവിടെ നടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ ഡോക്ടർ അരുൺകുമാർ എത്തിയിട്ടുണ്ട്. ആ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അരുൺകുമാർ എത്തിയിട്ടുണ്ട്. ഈ വേദിയിലേക്ക് ഷംനാഥ് പുതുശ്ശേരിയെയും ശിവപ്രസാദിനെയും NE ഹരികുമാറിനെയും കൂടെ ക്ഷണിക്കുകയാണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി നമ്മളുടെ ഹർഷൻ ആണ് എത്തിയിരിക്കുന്നത്. ഇതിന്റെ ചടങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഷംനാഥ് പുതുശ്ശേരി, ശിവപ്രസാദ്, NE ഹരികുമാർ സ്റ്റേജിലേക്ക് എത്തണം. ഒരു വീഡിയോ പ്രസന്റേഷന് ശേഷം തടസ്സങ്ങളില്ലാത്ത ഇന്റർനെറ്റിലൂടെ ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് സ്നേഹസൗഹൃദങ്ങൾ പകർന്ന കേരള വിഷൻ. കുത്തകകളെ ജനകീയതയാൽ മറികടന്ന് സംരംഭങ്ങളെയെല്ലാം വിജയിപ്പിച്ച ചരിത്രമുള്ള കേരള വിഷൻ. ആ മാധ്യമ കുടുംബത്തിൽ നിന്ന് ഇതാ മറ്റൊരു വിജയത്തിന്റെ മാധുര്യ നിമിഷം. കേരള വിഷൻ പബ്ലിക്കേഷൻസ്. പുസ്തകത്താളുകളിലൂടെ അക്ഷരങ്ങളുടെയും അറിവിന്റെയും ഭാവനയുടെയും ലോകത്തെ വിശാലമാക്കിക്കൊണ്ട് കേരള വിഷൻ തുടങ്ങിയ പ്രസാധന സംരംഭവും വിജയവഴിയിൽ. കേരള വിഷൻ പബ്ലിക്കേഷൻസിന്റെ ആദ്യ പുസ്തകമായ സംപ്രേഷണയോഗ്യമല്ലാത്ത കഥകൾ നേടിയത് അക്ഷരസ്നേഹികളുടെ അഭിനന്ദനങ്ങളും റെക്കോർഡ് വിൽപ്പനയും. 25 വർഷം നീണ്ട എന്റെ ടെലിവിഷൻ കരിയറിന്റെ ഓർമ്മ പുതുക്കലാണിത്. സിനിമാ സംബന്ധിയായ നിരവധി പുസ്തകങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ടെലിവിഷന് പിന്നിലുള്ള കഥകളെ കുറിച്ചിട്ടോ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചിട്ടോ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ ജീവിതങ്ങളെ കുറിച്ചിട്ടോ അധികം പുസ്തകങ്ങളൊന്നും വന്നിട്ടില്ല. ആ നിലയ്ക്കുള്ള എന്റെ ഒരു എളിയ ശ്രമമാണ് ഈ പുസ്തകം. ടെലിവിഷൻ മാധ്യമ മേഖലയെക്കുറിച്ചുള്ള വളരെ ഹൃദ്യമായ അനുഭവങ്ങളാണ് ഷംനാഥ് അതിൽ പറയുന്നത്. പ്രസിദ്ധീകരിച്ച മുഴുവൻ കോപ്പികളും പ്രകാശന ചടങ്ങിൽ തന്നെ വിറ്റഴിഞ്ഞതിന്റെ അക്ഷരാനന്ദം. കെട്ടിൽ മട്ടിൽ ഉള്ളടക്കത്തിൽ മാത്രമല്ല, വായനക്കാർക്ക് സർഗാത്മകതയുടെയും ഭാവനയുടെയും പ്രകാശം പരത്തുന്ന അക്ഷരങ്ങളെ മാത്രമേ പ്രകാശിപ്പിക്കൂ എന്ന നിശ്ചയദാർഢ്യം. സംപ്രേഷണയോഗ്യമല്ലാത്ത കഥകൾ വായിച്ചിട്ട് പ്രമുഖ മാധ്യമപ്രവർത്തകൻ R. ശ്രീകണ്ഠൻ നായർ എഴുതിയ നിരൂപണത്തിലെ ആദ്യ വരി ഇങ്ങനെ: പൊള്ളുന്ന അനുഭവങ്ങളുടെ നേർസാക്ഷ്യം. ഇത് ആദ്യത്തെ പുസ്തകമാണ്. അതുപോലെ ഷംനാദിന്റെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കേരള വിഷന്റെയും ആദ്യത്തെ സംരംഭമാണ്. അസാമാന്യമായ ഭാഷാചാതുര്യത്തോടെ ടെലിവിഷൻ ചാനൽ ജീവിതത്തിൽ കണ്ടുമുട്ടേണ്ടി വന്ന അസാധാരണ മനുഷ്യരെയും അപൂർവ നിമിഷങ്ങളെയും ചാരുതയോടെ അണിനിരത്തുന്ന പുസ്തകം. പേര് കേട്ടാൽ കുടുംബത്തിൽ നിന്ന് വായിക്കാൻ കൊള്ളിയെന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് വായിക്കാൻ പറ്റുന്ന ഒരു ഉള്ളടക്കമുള്ള വളരെ മനോഹരമായ ഒരു പുസ്തകം. അതാണ് കേരള വിഷന്റെ ആദ്യത്തെ
സംരംഭം. അപ്പൊ അത് നമ്മുടെ ഒരു മികച്ച തുടക്കമാകട്ടെ. പ്രസാധന ദൌത്യത്തിലെ ഈ ആദ്യ സംരംഭം തന്നെ വിജയകരമായതിൽ കേരള വിഷൻ കുടുംബം വായനക്കാർക്കൊപ്പവും ആ സന്തോഷം പങ്കുവയ്ക്കുന്നു. നമ്മളെ പോലൊരു ഫസ്റ്റ് പ്രസാധകനെ പ്രസിദ്ധീകരണത്തിന് നൽകാൻ അദ്ദേഹം കാണിച്ച ധൈര്യം വലുതാണ് എന്നാണ് പറയാനുള്ളത്. എന്റെ പുസ്തകം സംപ്രേഷണ യോഗ്യമല്ലെങ്കിലും അത് വായനാ യോഗ്യമാണെന്ന് നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും വിലയിരുത്തിയാൽ എനിക്ക് സന്തോഷം. ഈ അക്ഷരക്കൂട്ടായ്മയിൽ നമുക്ക് സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശ്രീ ഷംനാദ് പുതുശ്ശേരിയെയും കേരള വിഷൻ പബ്ലിക്കേഷൻസിന്റെ അണിയറ പ്രവർത്തകരെയും അഭിനന്ദിക്കാം, ആദരിക്കാം. എഴുതുന്ന വിരലുകളാൽ നിറകയ്യടികളോടെ. സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകളുടെ 2ാമത് എഡിഷൻ ഡോക്ടർ അരുൺകുമാർ ഇവിടെ ഹർഷന് നൽകിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുന്നു. ഡോക്ടർ അരുൺകുമാർ 2 വാക്ക് സംസാരിക്കും. നമസ്കാരം. നിങ്ങൾക്കറിയാവുന്നതുപോലെ വാർത്താ ബാഹുല്യം നിറഞ്ഞൊരു ദിവസമാണ്. എനിക്ക് 7 മണിക്കൊരു ഡിബേറ്റ് ഉള്ളത് കൊണ്ടാണ് കുറച്ച് നേരത്തെ പോകണം. ഒരു 6:30 അവിടെ എത്തേണ്ടതുള്ളത് കൊണ്ടാണ് നേരത്തെ വന്നത്. സംപ്രേഷണ യോഗ്യമല്ലെങ്കിലും വായനായോഗ്യമാണ് എന്ന് മലയാളികൾ സാക്ഷ്യപ്പെടുത്തിയതിൻ്റെ ഒരു ദിവസമാണിത്. ഷംനാദിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ദൃശ്യകഥകൾ പലപ്പോഴും നോവലുകളെയും കഥകളെയും എഴുത്തുകളെയും ഒക്കെ പലപ്പോഴും പുറന്തള്ളുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ നേരെ തിരിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ എത്രയെത്ര റീലുകൾ ഉണ്ടെങ്കിലും എത്രയെത്ര ദൃശ്യകഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ എഴുതാനും വായിക്കാനും മനുഷ്യർ ഈ ഭൂമിയിലുണ്ടാവും. കാരണം മനുഷ്യർക്ക് മാത്രം കഴിയുന്ന ഒന്നാണ് വായിക്കുക, എഴുതുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ദൃശ്യം കാണുക എന്നുള്ളത് മറ്റെല്ലാ സ്പീഷീസിനും സാധ്യമാണെങ്കിലും വായിക്കുക എന്നത് മനുഷ്യന് മാത്രം സാധ്യമായ ഒരു നൈസർഗികമായ ഒരു കലയാണ്. അത് സാധ്യമാകുന്നു എന്നതാണ് ഞാൻ എപ്പോഴും കരുതാറുണ്ട്. ഈ റീലുകളുടെ കാലത്ത് ജീവിക്കുമ്പോൾ പുസ്തകങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നതൊരു രാഷ്ട്രീയമാണ്, പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്നതൊരു രാഷ്ട്രീയമാണെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. കാരണം റീലുകൾ മനുഷ്യരെ എത്രത്തോളം അപമാനവീകരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ചുറ്റുമുള്ള അനുഭവങ്ങളിലൂടെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പുസ്തക വായന എന്നുള്ളത് റീലുകൾ അപമാനവീകരിച്ച ഒരു സമൂഹത്തെ മാനവീകരിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള പുസ്തകമാവട്ടെ, അത് ഫിക്ഷൻ ആവട്ടെ, അത് ചരിത്രമാവട്ടെ, ഇപ്പോൾ പറഞ്ഞതുപോലെ അനുഭവ സാക്ഷ്യങ്ങളാവട്ടെ, ആത്മകഥകളാകട്ടെ, ഏതുതരം പുസ്തകങ്ങളാണെങ്കിലും ആ പുസ്തകത്തിന് ഒരു ചെറുത്തുനിൽപ്പിൻ്റെ, പുസ്തകത്തിന് മനുഷ്യരെ കൂട്ടുപിടിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. കാര്യം അതിൽ ചുരുങ്ങിയ പക്ഷം എഴുതുന്ന ആളും വിതരണക്കാരനും അച്ചടിക്കുന്നവനും വായനക്കാരനും ആ പുസ്തകത്തെക്കുറിച്ച് മറ്റൊരു കൂട്ടുകാരനോട് പങ്കുവയ്ക്കുന്ന ഒരു സൗഹൃദവും ഒരു പുസ്തകത്തിൽ രൂപപ്പെടും. പലപ്പോഴും ഏകാന്തതയിലാണ് വായന നടക്കുന്നതെങ്കിലും അതൊരു സാമൂഹിക പ്രവർത്തനമാണ് എന്നതാണ്. റീലുകൾ എന്നുള്ളത് വിദൂരതയിൽ നടക്കുന്ന വിർച്വൽ റിയാലിറ്റി ആകുമ്പോൾ വായനയും എഴുത്തും എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ പരിവർത്തനോന്മുഖമായ ഊർജ്ജം നൽകുന്ന ഒന്നാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആ അർത്ഥത്തിൽ ഇപ്പോൾ സംപ്രേഷണയോഗ്യമല്ലാത്ത എന്നൊരു തലക്കെട്ട് കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു, ഇത് ഇപ്പോൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികൾ നോക്കിയാൽ മതി, അതിൽ ഭൂരിപക്ഷവും സംപ്രേഷണയോഗ്യമല്ലാത്ത കഥകളായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ജേർണലിസത്തിൻ്റെ ഒരു കൃത്യമായ മീറ്റർ വെച്ച് അളന്നു നോക്കിയാൽ ഈ 24 മണിക്കൂർ വാർത്താ ചാനലുകൾ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണല്ലോ. ആ വാർത്താ സമയത്തിൽ കുത്തി നിറയ്ക്കാൻ വേണ്ടി സംപ്രേഷണം ചെയ്യുന്ന എത്രയോ കഥകൾ നമുക്ക് വേണ്ടാത്ത കഥകളാണ് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അത് ജനങ്ങൾ കാണുന്നു, ആസ്വദിക്കുന്നു. ചില കാര്യങ്ങളെങ്കിലും 24 മണിക്കൂർ നിലനിർത്തേണ്ടതുണ്ട്, ചിലതിന് അത്രയും ദൈർഘ്യം ആവശ്യവുമില്ല. പക്ഷേ ഇവിടെ വാർത്തകളിൽ എത്താത്ത അനുഭവ സാക്ഷ്യങ്ങളാണ് ഷംനാദ് രേഖപ്പെടുത്തുന്നത്. എത്രയെത്രയോ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. 2.5 പതിറ്റാണ്ട് ഷംനാദും നമ്മളും ഒക്കെ മാധ്യമപ്രവർത്തനം നടത്തി വരുമ്പോൾ അത്തരം കഥകളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചത്. വീണ്ടും ഷംനാദിന് എഴുതാൻ കഴിയട്ടെ. എനിക്ക് അത്ഭുതമുള്ളത്, ഈ ദൃശ്യകഥകളുടെ പ്രക്ഷേപണം നടത്തി വിജയിപ്പിച്ചവർ തന്നെ പുസ്തകകലയുടെ വിതരണം കൂടി നടത്താൻ പോകുന്നു, അത് പ്രസിദ്ധീകരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. കാരണം കേരള വിഷൻ പ്രതിനിധാനം ചെയ്യുന്നത് പ്രക്ഷേപണത്തിൻ്റെ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയമാണ്. അത് ചേർത്തു പിടിക്കുന്നതാണ്. മൊത്തം കീഴടക്കുന്ന ആധിപത്യത്തിൻ്റെയോ മൊണോപ്പൊളിയുടെയോ രാഷ്ട്രീയമല്ല കേരള വിഷൻ ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം. കുത്തകകളെ തകർക്കാനുള്ള ശേഷി കേരള വിഷൻ്റെ
ഈ ഒരുമയ്ക്കുണ്ട് എന്നുള്ളതാണ്. അതൊരു കുടുംബം പോലെ മുന്നോട്ട് പോകുന്നതാണ്. വരും നാളുകളിലും കേരള വിഷൻ സമഗ്രമായ മേഖലകളിലും കൈവയ്ക്കട്ടെ. സഹകരണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഷംനാദിനും ഇത് വായിച്ചവർക്കും ഇനി വായിക്കാൻ പോകുന്നവർക്കുമൊക്കെ അഭിവാദ്യം നേർന്നുകൊണ്ട് കേരള വിഷൻ ആശംസ അർപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ പുസ്തകത്തിന്റെ 2ാമത്തെ എഡിഷൻ പ്രകാശന കർമ്മം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. സ്നേഹം, നന്ദി. ടീം ഹർഷൻ 2 വാക്ക് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിന്റെ പേര് ഗംഭീരമാണ്, സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ. കാരണം ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരുമിച്ച് മാധ്യമപ്രവർത്തനം നടത്തി ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്നവരാണ്. അപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ ഇതെല്ലാം എഴുതി വെക്കണമെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. പല അനുഭവങ്ങളും നമ്മൾ സുഹൃത്തുക്കളോട് പറഞ്ഞ് ചർച്ച ചെയ്ത് ചിരിച്ചൊക്കെ പോകാറാണ് പതിവ്. അപ്പോൾ എല്ലാവർക്കും, ഈ മാധ്യമപ്രവർത്തന രംഗത്തുള്ള എല്ലാവർക്കും ഇത്തരത്തിൽ സംപ്രേഷണ യോഗ്യമല്ലാത്ത ധാരാളം കഥകൾ പറയാനും എഴുതാനും ഒക്കെ ഉണ്ടാവും. ഈ പുസ്തകത്തിൽ ഞാനിത് നേരത്തെ വായിച്ചു, ഏതാണ്ട് മുക്കാലും വായിച്ചു തീർത്തതാണ്. അപ്പോൾ അതിൽ കാണുന്ന മുഴുവൻ ആളുകളും എനിക്ക് പരിചയമുള്ളവരാണ്, അല്ലെങ്കിൽ ഒപ്പം പണിയെടുത്തവരാണ്. ഏതാണ്ട് ആ കാലത്തുള്ള കഥകളുമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ രസകരമാണ്. അതിൽ സ്ഥാപന മേധാവിയുടെ പേര് പറയാത്ത ഒരു കഥ ഇപ്പം ഞാൻ അവിടെ ഇരുന്ന് വായിച്ചു തീർത്തതേ ഉള്ളൂ, ഷംനാദ് പറഞ്ഞിട്ട്. അപ്പോൾ ഏഷ്യാനെറ്റിലെ ഒരു പഴയ സ്ഥാപന മേധാവിക്ക് ഒരു മൂത്രശങ്കയുണ്ടായ കഥയാണ്. പക്ഷേ അത് ഭയങ്കര കൗതുകകരമായി രസകരമായി എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്കിത് പ്രേരണയാണ്. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ധാരാളം കഥകൾ ഉണ്ടാവുമല്ലോ. ഈ സ്ഥാപന മേധാവിയെക്കുറിച്ച് തന്നെ ഞങ്ങൾക്കിടയിലുള്ള വേറൊരു കഥ പറയാം തൽക്കാലം കിട്ടിയ ഒരു അവസരത്തിൽ. അതായത് അദ്ദേഹം വളരെ പെട്ടെന്ന് ഇപ്പോൾ എയർപോർട്ടിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ പെട്ടെന്ന് കാര്യം സാധിച്ചു. പണ്ട് തിരുവനന്തപുരത്തെ എയർപോർട്ടിലാണ്. ഇപ്പോൾ അത്രയ്ക്ക് എളുപ്പമല്ല കാര്യങ്ങൾ എയർപോർട്ടിലൊന്നും. പക്ഷെ അന്ന് അദ്ദേഹം ചെയ്യുന്നത് നേരെ അദ്ദേഹം തന്നെ എയർപോർട്ടിലേക്ക് വിളിച്ചിട്ട് പറയും, അത് ഏഷ്യാനെറ്റിന്റെ ഇന്നയാൾ വരുന്നുണ്ട്, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിലാക്കിയേക്കണം എന്ന്. അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെ അവിടെ ചെല്ലും. അപ്പോൾ ഈ വിളിച്ചു പറയുന്നതും അദ്ദേഹം തന്നെയാണ്, അവിടെ എത്തുന്നതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇത് ഈ കഥയിലുള്ള ക്യാരക്ടറിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചില തമാശകൾ, അപ്പോൾ ഇങ്ങനെ ധാരാളം തമാശകൾ ഉണ്ടായിരുന്നു. വേറൊന്ന് ആലോചിച്ചാൽ ഒരിക്കലൊരു, അതായത് മലയാളത്തിലെ സമാദരണീയനായ ഒരു കവി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ പ്ലഗിൽ നമ്മൾ അന്ന് വലിയ ഈ ലൈറ്റൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമുക്ക് വേറെ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ, വീഡിയോ ക്യാമറയായിട്ട് പോകുമ്പോൾ ലൈറ്റ് ഇങ്ങനെ അവിടുത്തെ പ്ലഗിൽ കുത്തിയിട്ട് നമ്മൾ ലൈറ്റ് തെളിച്ചു. അവിടെ സംഗതി സീൻ മാറി. കക്ഷി എന്നെ വിടുന്നില്ല, ആരാന്നിപ്പോൾ പറഞ്ഞല്ലോ കൃത്യം, എന്നെ വിടുന്നില്ല. എന്താണ്, അടുത്ത മാസത്തിന്റെ കറണ്ട് കാശ് തന്നിട്ട് പോയാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല അദ്ദേഹത്തെ കാണുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കവിയാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. പക്ഷേ അപ്പോൾ നമ്മളിങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. കുറേ നേരം ഞാൻ അവിടെ നിന്ന് വിയർത്തു. കാരണം കറണ്ട് കാശ് കൊടുക്കാതെ അദ്ദേഹം വിടില്ല എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പിടിച്ചു നിർത്തിയത്. അപ്പോൾ ഇതുപോലുള്ള കൗതുകകരമായ ധാരാളം കഥകൾ മാധ്യമപ്രവർത്തകർക്ക് ഈ തൊഴിലിനിടയിലുണ്ടാവും. പിന്നെ ഏഷ്യാനെറ്റിലെ കാര്യങ്ങളാണ്, ഏഷ്യാനെറ്റ് അതായത് പഴയ പുളിയറക്കോണം ക്യാമ്പസിലെ കഥകളാണ് കൂടുതൽ ഇതിനകത്തുള്ളത്. കുറേ ഏറെ അത് ഭയങ്കര രസകരമായ ഒരു ലോകമായിരുന്നു ആ കാലത്ത് പ്രത്യേകിച്ച്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് അവിടെ ജോലി ചെയ്ത് വന്നവരാണ്. 10-20 വർഷമായി ഷംനാദും എൻ്റെ സുഹൃത്തും പരിചയക്കാരനുമായിട്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു പ്രേരണയാവുന്ന പുസ്തകമാണ്. മാത്രമല്ല ഇതിപ്പോൾ കേരള വിഷനാണ് പബ്ലിഷ് ചെയ്തത്. കേരള വിഷൻ ഇവിടെ കേരള വിഷനെ കുറിച്ച് പലർക്കും കൃത്യമായി കാര്യങ്ങൾ അറിയില്ല. ആ നിലയ്ക്കല്ല എന്താണ് കേരള വിഷൻ, അതിന്റെ വലുപ്പത്തിലല്ല മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ മാധ്യമ വിതരണ വിപണന മേഖലയിലെ തിളക്കമുള്ള നാമം. ഹിന്ദി വാർത്താ ചാനൽ ഇന്ത്യ ടിവിയിലൂടെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയ ശിവ വാൾട്ട് ഡിസ്നിയും പിന്നിട്ട് സോണി എന്റർടൈൻമെന്റിലെത്തിയപ്പോൾ സോണി ശിവയായി മാറി. മാധ്യമ വ്യവസായ രംഗത്ത് സ്വന്തം പേരെഴുതി ചേർത്ത് സോണി വിട്ടിറങ്ങിയ ശിവ കുറച്ചുകാലം ഇ ഡിജിറ്റൽ എന്ന സംരംഭവുമായി സഹകരിച്ചെങ്കിലും അധികം വൈകാതെ എൻഡ് ടു എൻഡ് സൊല്യൂഷൻ എന്ന സ്വന്തം കമ്പനിക്ക് ബാംഗ്ലൂരിൽ തുടക്കം കുറിച്ചു. ജീവിത പങ്കാളിയുമായി ചേർന്ന് തിരുവനന്തപുരത്ത് ആരംഭിച്ച ഏഷ്യ സാറ്റ് എന്ന കേബിൾ കമ്പനിയും വലിയ വിജയമായി. ഫ്ലവേഴ്സും 24 ന്യൂസും റിപ്പബ്ലിക് ടിവിയും BBC-യും അടക്കമുള്ള നിരവധി ചാനലുകളുടെ വിതരണത്തിൽ ശിവപ്രസാദ് പങ്കാളിയായി. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ വിജയത്തിന് പിന്നിലും ന്യൂസ് മലയാളത്തിന്റെയും
ന്യൂസ് തമിഴിന്റെയും പിന്നിലെ പ്രേരക ശക്തിയും ശിവപ്രസാദാണ്. മാധ്യമരംഗത്തെ മൂലധന നിക്ഷേപവും അനുബന്ധ വികസനത്തിനുമായി സുഹൃത്തുക്കൾക്കൊപ്പം തുടങ്ങിയ ക്രേസി മീഡിയ വെഞ്ചേഴ്സ് എന്ന സ്ഥാപനവും വിജയക്കുതിപ്പ് തുടരുന്നു. ആഗോള മലയാളിയുടെ മാനസികാരോഗ്യം കൈകാര്യം ചെയ്യുന്ന യെല്ലോ ക്ലൗഡ് എന്ന ശിവപ്രസാദിന്റെ ഓൺലൈൻ സംരംഭം ആയിരക്കണക്കിന് മനുഷ്യർക്ക് താങ്ങും തണലുമായി നിൽക്കുന്നു. പ്രിയപ്പെട്ടവർക്കുള്ള സമ്മാനം ഞങ്ങളിലൂടെ എന്ന ആശയം മുന്നിൽ നിർത്തി ശിവ തുടങ്ങിയ ടാപ്പി എന്ന സംരംഭവും വൻ വിജയം. തന്റെ സാന്നിധ്യം വ്യത്യസ്ത മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ശിവ ഇപ്പോൾ. സംരംഭക രംഗത്തെ പ്രമുഖ ടീമുകളുമായി അണിനിരക്കുന്ന ECL ക്രിക്കറ്റിൽ തിരുവനന്തപുരം ടീമിന്റെ ഏക ഉടമയാണ് ശിവപ്രസാദ്. ഒപ്പം സാക്ഷാൽ സഞ്ജു സാംസൺ അടക്കം പൊന്നിൻ വിലയുള്ള താരങ്ങൾ കളിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഉടമകളിൽ ഒരാളായി മാറിയതിന്റെ പകറ്റിലാണിപ്പോൾ ശിവപ്രസാദ്. ശിവയ്ക്കൊപ്പം ഈ വിജയങ്ങൾ കേരള വിഷനും ആഘോഷിക്കുന്നു. ഞങ്ങളില്ലാതെ ശിവയ്ക്ക് എന്ത് ആഘോഷം? രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ ആൻഡോ ഓഗസ്റ്റിനെ ക്ഷണിക്കുന്നു. എന്നോട് 6:15 വരാൻ പറഞ്ഞാണ്, ഞാൻ 5 മിനിറ്റ് നേരത്തെ വന്നു. ശിവയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 2.5-3 വർഷമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെടുന്ന ഒരാളാണ്. റിപ്പോർട്ടർ TV തുടങ്ങിയ സമയത്ത് ഡിസ്ട്രിബ്യൂഷൻ ശിവബായി ഏറ്റതിന് ശേഷം ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പല ആൾക്കാരെയും പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തുന്ന സമയത്ത് ആരാണ് ആർക്ക് ഉപകാരിയായി മാറും എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ശിവനെ സംബന്ധിച്ചിടത്തോളം ശിവ ഒരു ബിസിനസ്സുകാരെന്നുള്ളതിനേക്കാൾ അപ്പുറം വളരെ ഡെഡിക്കേറ്റഡായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കണ്ടതിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ ചില ആൾക്കാരുണ്ടല്ലോ, നമ്മൾ എന്താ പറയുക, ഞാൻ ചെയ്യുന്ന ബിസിനസ് മോശമാണെന്ന് കണ്ടാൽ അല്ലെങ്കിൽ വേറൊരാൾ നന്നാവുന്ന കണ്ടാൽ അതായത് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്തെങ്കിലും പറഞ്ഞാൽ. പക്ഷെ ഇങ്ങോട്ട് ഇന്ന് അങ്ങനെ ഒരു നെഗറ്റീവേ കേട്ടിട്ടില്ല. ഈ പല ഡിസ്ട്രിബ്യൂഷനും ഒഴിവാകുന്ന സമയത്ത് ശിവ നിങ്ങളത് വിട്ടോ, അത് പോട്ടെ പറയും. കാരണം ഞാൻ പല സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് അങ്ങനെയുള്ളവർക്കേ വിജയം കൊയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ശിവ അതുപോലത്തെ ഒരാളാണ്. പല സ്ഥലങ്ങളിലും പല ആൾക്കാരോടും പല കണക്ഷൻസും, എത്രയോ കണക്ഷൻസ് ഉള്ളതെന്ന് പുള്ളിക്ക് തന്നെ അറിയുന്നു തോന്നില്ല. അത്രയധികം ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളും കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഞാൻ കേരള വിഷൻ്റെ പരിപാടിയിൽ ദുബായി പോയ സമയത്ത് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, രാത്രി ഇന്നും പകലൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ മനുഷ്യ അപ്പോൾ ഇങ്ങനെ? പക്ഷെ കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം കേരള വിഷൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വന്തം സ്ഥാപനം പോലെ എന്ന് കണ്ടിട്ടാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് എനിക്ക് ആ ഒരു പരിപാടിയിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ കേരള വിഷനെ അദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് അംഗീകാരമായിട്ട് തന്നെ നമ്മൾ കാണണം. കേരള വിഷനാണ് അദ്ദേഹത്തെ ആദരിക്കേണ്ട ആൾ എന്നുള്ളതിലൊരു സംശയമില്ല. കേരള വിഷനെ പോലെ മറ്റുള്ള റിപ്പോർട്ടർ TV ആണെങ്കിലും 24 ആണെങ്കിലും റിപ്പബ്ലിക് ആണെങ്കിലും പ്രധാനപ്പെട്ട NDTV ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഇന്ത്യ ടുഡേ ആണെങ്കിലും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ്. ഒരു കാലത്ത് റിപ്പബ്ലിക്കിൻ്റെ നല്ല കാലം എന്ന് പറയുന്ന കാലങ്ങളിലെല്ലാം ശിവയായിരുന്നു അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൈകാര്യം ചെയ്തത്. പല ഈ ലാൻഡിംഗ് പേജിൻ്റെ ഒക്കെ കഥകൾ നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങളെല്ലാം മീഡിയ പേഴ്സൺസ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് അതിനൊക്കെ ഒരു ലൈസൺ ഓഫീസറുടെ ആവശ്യമുണ്ട്. ആ ലൈസൺ ഓഫീസർ നല്ല ആളാണെങ്കിലും നല്ല ഈ സംസാര ശൈലിയുള്ള ഒരാളാണെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ആ കമ്പനീനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം മുഴുവൻ അദ്ദേഹമാണ് നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ റിപ്പബ്ലിക്കിൻ്റെയൊക്കെ ഒരു ഏരിയ ശിവനെ ഒഴിവാക്കിയ സമയത്ത് ആ ഏരിയ അങ്ങനെ താഴെ പോയി എന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം എന്താണ്, അതുപോലെ ഒരു ലൈസൺ ഓഫീസറെ പിന്നെ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഗംഭീരമായി ചെയ്യുന്ന ശിവഭായിനെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രജീഷ് ഭായി എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഞാനതിന് അപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. കാരണം ശിവഭായിനെ അങ്ങനെ വല്ലപ്പോഴൊക്കെ ആദരിക്കാൻ കിട്ടുള്ളൂ. ആ ആദരിക്കാൻ കിട്ടുന്നത് പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാവി ഗംഭീരമാകട്ടെ, ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഇപ്പോൾ ക്രിക്കറ്റിൻ്റെയൊക്കെ പിന്നെ മെയിൻ ടീമിനെ മേടിച്ച് മുതലാളിയായിട്ടുണ്ട്. ഇനിയൊക്കെ നമ്മൾ ടിക്കറ്റ് ചോദിക്കേണ്ടി വരും, ശിവഭായി ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വലിയ വലിയ ഉയരങ്ങളിലെത്തട്ടെ. എറണാകുളത്തും ഡിസ്ട്രിബ്യൂഷൻ ലെവലിലും പിന്നെ ഈ
B2B രംഗത്തൊക്കെ വലിയ രീതിയിൽ ഉന്നതങ്ങളെത്തട്ടെ, വലിയ ചാനൽ മുതലാളിമാരുമായിട്ട് ബന്ധമുണ്ടാകട്ടെ. അങ്ങനെയാണല്ലോ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ വലിയ ഉയരങ്ങളിലെത്താൻ ആശംസിക്കുന്നു. എന്നെ ഈ പരിപാടിക്ക് വിളിച്ച കേരള വിഷനും വലിയ രീതിയിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ നമ്മുടെ ഹർഷൻ പറയുന്നത് കേട്ട പോലെ കേരള വിഷനാണ് സത്യം പറഞ്ഞാൽ ഇപ്പം പുതുരംഗത്ത് പെർഫോം ചെയ്യുന്നത് പല സ്ഥലങ്ങളിലുമാണ്. ഞാൻ ഈ പബ്ലിക്കേഷൻ രംഗത്തേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ, കാരണം ഇത്രയധികം കണക്ടിവിറ്റി ഉള്ള ഒരു സ്ഥാപനം കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു 5,000-6,000 മെമ്പേഴ്സ് തന്നെയാണ് ഏറ്റവും കുറഞ്ഞത്. അപ്പം അത്രയും വലിയൊരു മെമ്പേഴ്സ് കേരളത്തിലുള്ള ഒരു സ്ഥാപനമില്ല. അങ്ങനെ ഒരു സ്ഥാപനം ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മുടെ DC ബുക്സ് ആണെങ്കിലും മനോരമയാണെങ്കിലും, മനോരമയ്ക്ക് മാതൃഭൂമിക്കൊക്കെയാണെങ്കിൽ അവരുടെ സ്റ്റാഫുകളേ ഉള്ളൂ. കേരള വിഷൻ അങ്ങനെയല്ല. കേരള വിഷൻ എന്ന് പറഞ്ഞാൽ അത്രയധികം ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഒരു സ്ഥാപനമാണ്. വലിയ മാറ്റം ചിലപ്പം ഇതുപോലെയുള്ള പരിപാടികളും ഇതുപോലെയുള്ള കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുന്നതോടെ അതുകൊണ്ട് ബുക്കൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ആ മാറ്റങ്ങളിലേക്ക് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എഴുത്തുകാരൻ്റെ ആദ്യത്തെ ബുക്ക് പ്രകാശനമാണ് നേരത്തെ നടന്നത്. അദ്ദേഹവും വലിയൊരു എഴുത്തുകാരനായി കേരളത്തിൽ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ഒത്തിരി കഥകൾ ഭാവിയിൽ പറയാനുണ്ടാവും. ആ പറയാനുള്ള കാരണങ്ങൾ നമുക്ക് എല്ലായിടത്തും വിളിച്ചു പറയാൻ കഴിഞ്ഞോണമെന്നില്ല. ആ ലെവലിലേക്കും അദ്ദേഹം വലിയൊരു എഴുത്തുകാരനായിട്ട് മാറട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ശിവപ്രസാദ് 2 വാക്ക് സംസാരിക്കും. സത്യം പറഞ്ഞ പ്രജീഷ് ആൻഡോജിയും ഇങ്ങനൊരു നാടകം കളിച്ചത് കാര്യം എനിക്കറിയില്ല. കാരണം എന്തോ നടക്കുന്നുണ്ട് അറിയാം, പക്ഷെ അതിൽ ആൻഡോജിയുടെ സാന്നിധ്യം സർപ്രൈസ് എൻട്രി ആയിരുന്നു. കാരണം ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി അരുണിനെ ഓർഗനൈസർ ഞാനാ, പക്ഷെ അരുണിനെ ഓർഗനൈസ് ഞാൻ അപ്രൂവൽ എടുത്ത് ആൻഡോജിയെ, പക്ഷെ ആൻഡോജി ഇവിടെ വന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. എനിവേ എല്ലാവർക്കും നന്ദി. ഞാൻ കേബിൾ ഓപ്പറേറ്ററിൻ്റെ ഇടയിൽ സെയിൽസ് തുടങ്ങിക്കൊണ്ടാണ് എൻ്റെ കരിയർ തുടങ്ങിയത്. ഇവിടെയുള്ള പലർക്കും അതറിയാം. കേബിൾ സബ്സ്ക്രിപ്ഷന് വേണ്ടി, സോണിക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന പല ഓപ്പറേറ്റേഴ്സിനോടും, സൗത്ത് ഇന്ത്യയിലെ പല ഓപ്പറേറ്റേഴ്സിനോടും വഴക്കുകൂടി കരഞ്ഞു. അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പം എവിടെയൊക്കെ ഇങ്ങനെ പലയിടത്തും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇനിയും എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാം അനുഗ്രഹവും സഹായവും ഉണ്ടാവണം. എന്നെ ഇങ്ങനെ ഒരു ചടങ്ങിന് അനുമോദിച്ചതിന് കേരള വിഷൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ നന്ദി, സ്നേഹം. താങ്ക് യു സോ മച്ച്. കേരള വിഷൻ പബ്ലിക്കേഷൻസിൻ്റെ 3 പുസ്തകങ്ങളുടെ കവർ പ്രകാശനം ഇന്ന് നടക്കുകയാണ്. അതിൽ ഒരു പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം, അതിനായി 2 വ്യക്തികളെ ഞങ്ങൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ കൂടിയായ നവാസ് മേത്തർ, പ്ലീസ്. ഈ പുസ്തകത്തിൻ്റെ പേര് ആ കാറും 7 മരണവും എന്നുള്ളതാണ്. എല്ലാ പുസ്തകത്തിൻ്റെയും നമ്മളുടെ വ്യത്യസ്ത പേരുകളാണ്. ആ കാറും 7 മരണവും. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ കൂടിയായ നവാസ് മേത്തറാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കവർ പ്രകാശനം നടത്തുന്നത് ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ടാണ്. സ്റ്റേജിലേക്ക് സാന്നിധ്യനായി ബെന്നി വാഴപ്പള്ളിയിലെ കൂടെ ക്ഷണിക്കുന്നു. കവർ പ്രകാശനകർമ്മം നിർവഹിക്കുന്നതിനായി ഫാദർ മൈക്കിൾ വെട്ടിക്കാടിനെ ക്ഷണിക്കുന്നു. ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് നമ്മളോട് 2 വാക്ക് സംസാരിക്കും.
ബഹുമാന്യരെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഹൃദ്യമായ ഈ കൂടിവരവിൽ ഈ സായം സന്ധ്യയിൽ ഞാനായിരിക്കുക. ഇവിടെ വന്നപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഏറെ കാര്യങ്ങൾ കേൾക്കുവാനും കാണുവാനും പഠിക്കുവാനും കഴിഞ്ഞു. കേരള വിഷൻ എന്നുള്ള വലിയ ശൃംഖലയുടെ തുടർച്ചയായി ഇവിടെ നടക്കുന്ന നല്ല കാര്യങ്ങൾ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ കാണുവാൻ കഴിഞ്ഞു. എല്ലാത്തിനും എൻ്റെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മലയാളി മനസ്സിനെ കോർത്തിണക്കി മനോഹരമായിട്ട് പോകുവാൻ, നല്ല സമൂഹ സൃഷ്ടിക്കായിട്ട് കൈകോർത്ത് പ്രവർത്തിക്കുവാൻ ഈ മാധ്യമങ്ങളെല്ലാം ഒരുമിച്ച് ചേരുന്ന, അല്ലെ മാധ്യമ പ്രവർത്തകർ ഒരുമിച്ച് ചേരുന്ന നല്ല സ്നേഹ കൂട്ടായ്മ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായും സന്തോഷകരമാണ്. എന്നെ ഇവിടെ അധികം പേർക്ക് പരിചയമുണ്ടാവില്ല. ഞാൻ മലയാളത്തിലെ ആദ്യ ദിനപത്രമായ ദീപികയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ കാരണം സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പോൾ പ്രകാശനം ചെയ്ത ഈ കവർ, പുസ്തകത്തിൻ്റെ കവറ്, അതിന് തൊട്ടു മുമ്പുള്ള പുസ്തകം ആ താലിമേല തേടി ആരും വന്നില്ല എന്നുള്ള ശ്രീ നവാസ് മേത്തറിൻ്റെ മനോഹരമായ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതിൻ്റെ കാരണം ദീപികയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ, മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വളരെയേറെ വലിയ സ്തുത്യർഹമായ സേവനം ദീപിക കുടുംബത്തിന് വേണ്ടി ചെയ്ത ശ്രീ നവാസ് തൻ്റെ മാധ്യമ രംഗത്തെ അനുഭവങ്ങൾ കോർത്തിണക്കി മനോഹരമായ ഒരു പുസ്തകം രചിക്കുകയും ആ പുസ്തകം തലശ്ശേരിയിൽ വെച്ച് പ്രകാശനം ചെയ്യുകയും ചെയ്തിരുന്നു. ആ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഞാൻ അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്ത അവസരത്തിൽ ആ പുസ്തകത്തിൻ്റെ ഒരു അധ്യായത്തിൽ അദ്ദേഹം ദീപികയെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് ഞാൻ അവിടെ വെച്ച് എടുത്ത് വായിച്ച് സദസ്സിനോട് പങ്കുവെച്ചത്. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരു കൂട്ടായ്മയുടെയും ഏതൊരു ചരിത്രത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ കുതിപ്പും കിതപ്പും ഉണ്ടാകുന്നത് പോലെ ദീപികയ്ക്കും അതുപോലെ തന്നെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഒന്നിൻ്റെ അവസാനമല്ലല്ലോ. എല്ലാം ആത്മവിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന വലിയ യാത്രയാണ് ഈ ലോകത്തിൽ. അതുകൊണ്ട് ആ ഒരു യാത്രയിൽ ഓരോ കാലഘട്ടത്തിലും റിലേ ഓട്ടക്കാർ പോലെ നാം എല്ലാവരും പങ്കാളികൾ ആവുകയാണ്. എനിക്ക് സന്തോഷമുണ്ട്, ശ്രീ ബെന്നി വാഴപ്പള്ളിയിൽ അങ്ങേയറ്റത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദീപികയുടെ ഡയറക്ടർ ബോർഡ് അംഗം ഉൾപ്പെടെയുള്ളവർ വലിയ പിന്തുണയും സഹായവും സഹകരണവും നൽകുന്നത് കൊണ്ട് ദീപികയും ഈ ആദ്യ അക്ഷരം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിനപത്രം ഇപ്പോഴും അതിന് പ്രയാണം 139 വർഷങ്ങൾ പിന്നിട്ട് 140ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ വലിയൊരു കാലഘട്ടം വളരെ കൂടുതലായി സജീവമായി നിന്ന വ്യക്തി എന്ന നിലയിലാണ് നവാസ് മേത്തറിന് ദീപികയോടുള്ള കടപ്പാടും ദീപിക നവാസ് മേത്തറിനുള്ള കടപ്പാടും. ഈ അവസരത്തിൽ മറ്റൊരു പുസ്തക രചനയിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നു എന്നതിൽ സന്തോഷകരമാണ്. ആ പുസ്തകത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. ഈ കൂടിവരവ് തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും ഒരു കൂടിവരവിന് ഈ സമൂഹത്തിൽ ഒരു പുതു ചൈതന്യത്തിന് ഇനിയും വളരെയേറെ സാധ്യതയുണ്ടെന്നുള്ള വലിയ തെളിവാണ് നൽകുക. ഇതുപോലെയുള്ള നല്ല കൂടിവരവുകൾ ഇനിയും നടക്കട്ടെ. ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ടു ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു. ശ്രീ ബെന്നി വാഴപ്പള്ളിയിൽ നമ്മോട് സംസാരിക്കും. ദീപികയിൽ വന്ന കാലഘട്ടം മുതൽ ഞാൻ ദീപികയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചൊരു വ്യക്തി ദീപികയുടെ സഹയാത്രികനായ ശ്രീ നവാസ് മേത്തറോടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ നവാസിൻ്റെ ആദ്യത്തെ പുസ്തകം ആ താലിമാല തേടി ആരും വന്നില്ല എന്നതൊരു പുസ്തകമാക്കാനുള്ള ഒരു നിമിത്തങ്ങളിലൊന്ന് ഞാനാണെന്ന് പുള്ളി ആ പുസ്തകത്തിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ഫേസ്ബുക്കിലുള്ള കുറിപ്പുകൾ കണ്ടിട്ട് നന്നായി എഴുതുന്നുണ്ടല്ലോ, ഒരു പുസ്തകമാക്കാൻ ശ്രമിച്ചുകൂടെ എന്നാണ് അതിൻ്റെ സ്പാർക്ക് എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. എനിക്കൊത്തിരി സന്തോഷം തോന്നിയൊരു അവസരമായിരുന്നു അത്. പുള്ളിയുടെ രണ്ടാമത്തെ പുസ്തകം ആ കാറും 7 മരണവും വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നവാസ് മേത്തർ ഇനിയും എഴുതി കേരളത്തിൻ്റെ ആർതർ കോണം ഡോയലോ അഗത ക്രിസ്റ്റിയൊക്കെ ആയി അറിയപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ ഭാവുകങ്ങളും. താങ്ക് യു സോ മച്ച്. നവാസ് മേത്തർ നമ്മോട് സംസാരിക്കും. നമസ്കാരം. ചെറിയൊരു ചമ്മലുണ്ട് പ്രജേഷ് ഭായിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ. കാരണം എൻ്റെ ആദ്യത്തെ പുസ്തകം കേരള വിഷൻ പബ്ലിക്കേഷൻസിലൂടെ പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് പ്രജേഷ് ആചാര്യ.
അപ്പോൾ അത് കുറച്ച് വൈകുന്ന കണ്ടപ്പോൾ വൈകിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഞങ്ങളത് കൈരളി ബുക്സിന് കൊടുക്കുകയും ഇപ്പോൾ 3ാമത്തെ എഡിഷൻ ഷാർജ ബുക്ക് ഫെയറിൽ ഇറങ്ങി. 4ാമത്തെ എഡിഷൻ ജനുവരി 6 തിരുവനന്തപുരത്ത് റിലീസ് ചെയ്യണം. അതിനകത്തൊരു കഥാപാത്രമുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ DGP മനോജ് എബ്രഹാം. അദ്ദേഹം എന്നെ പറ്റിച്ചൊരു കഥയാണ്. അദ്ദേഹം കണ്ണൂർ SP ആയിരിക്കുമ്പോൾ ഒരു 2 കൊലപാതകം, 2 യുവാക്കളെ ചെളിയിൽ ചവിട്ടി പൂഴ്ത്തിയതറിഞ്ഞ് അദ്ദേഹം അവിടെ എത്തുകയും രാഷ്ട്രപതിക്ക് വേണ്ടി, അന്ന് രാഷ്ട്രപതി ഓരോ മണിക്കൂറിലും അടിക്കുന്ന പത്രം, ജനങ്ങളിങ്ങനെ കാത്തു നിൽക്കുന്ന പത്രം. ഇന്നത്തെ പോലെ ഓരോ മണിക്കൂറിലും ആൻഡോ സാറിനെ പോലെ വാർത്ത കൊടുക്കാൻ ചാനലുകൾ ഉണ്ടായിരുന്നില്ല. രാഷ്ട്രപതിയായിരുന്നു ആ ഉത്തരവാദിത്വം നിറവേറ്റിയിരുന്നത്. അപ്പോൾ അങ്ങനെ 2 പേര് കൊല്ലപ്പെടുത്ത് SP പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെയുണ്ട് വാർത്തയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞ് കാറിൽ കയറാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിനൊക്കെ അവസാനം വരാൻ പോവാണ്, ഒരു ടോർച്ച് പോലീസ് ഇറക്കിയിട്ടുണ്ട് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ചോദിച്ചു, എന്ത് സാറേ ടോർച്ച്? ആ ടോർച്ച് അടിച്ചാൽ ആരെ കയ്യിൽ ബോംബ് വരുന്നാലും അത് പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ഉഷാറായിട്ട് ബ്യൂറോ ചീഫ് റോയെ വിളിച്ചു പറഞ്ഞു, സാർ ഒരു ഗംഭീര വാർത്തയുണ്ട്. എന്താണ്? ഞാൻ പറഞ്ഞിങ്ങനെ SP മനോജ് സാർ ഇങ്ങനെ ഒരു വിവരം പറഞ്ഞിട്ട് ഓഫീസിൽ ഓടിയെത്തി. ഇന്നത്തെ പോലെയല്ല, അന്ന് മുഴുവൻ എഴുതിയിട്ട് ഫാക്സ് ചെയ്യണം. അങ്ങനെ ടോർച്ചടിച്ചാൽ ബോംബ് പൊട്ടും. ഓൾ കേരള സ്റ്റോറിയാണ്. ഞങ്ങളൊരു നല്ല ടോർച്ചിൻ്റെ കളർ ഫോട്ടോ എല്ലാം കൊടുത്ത് പിറ്റേ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രം എൻ്റെ ആ വാർത്ത ഒരു വരി പോലും തെറ്റാതെ പ്രസിദ്ധീകരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞു. അന്ന് ഓരോ കൊലപാതകങ്ങളും ഒരു SP അന്വേഷിക്കുക. 5-8 കൊലപാതകങ്ങൾ ഒരുമിച്ച് നടക്കുക. അപ്പോൾ ഒരു SPയുടെ ഇടയ്ക്ക് ആ കൊലപാതക വാർത്ത, അദ്ദേഹം അന്വേഷിക്കുന്ന കേസിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടി തലശ്ശേരി റെസ്റ്റ് ഹൗസിൽ പോയി വിവരമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നതിന് അദ്ദേഹം ചോദിച്ചാൽ, നിങ്ങളെന്തോ ഇന്നലെ ഒരു വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ടോർച്ചിൻ്റെ കഥ. ഞാൻ പറഞ്ഞു, ആ സാർ കൊടുത്തിരുന്നു. പിരാന്തുണ്ടെങ്കിൽ ഇതുവരെ ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനാകെ അങ്ങ് ഒന്നുമല്ലാതായിപ്പോയി. കാരണം അത്ര എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റ് സാധാരണ വരലില്ല. എൻ്റെ 38 വർഷത്തെ മാധ്യമ പ്രവർത്തന കാലം ഏറ്റവും കൂടുതൽ കൊലപാതകം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ കണ്ണൂരിൽ. ജയകൃഷ്ണ മാഷെ കൊലപാതകം നടന്നെടുത്തു ആദ്യം ഞാൻ എത്തുന്നു. ഇന്നത്തെ റിയാസിൻ്റെ ഉപ്പ അബ്ദുൽ ഖാർ എത്തുന്നതിന് 1 മിനിറ്റ് മുമ്പ് ഞാൻ എത്തുന്നത്. P ജയരാജനെ വെട്ടി ഇട്ടെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ വിരല് ഞാനും എൻ്റെ ഫോട്ടോഗ്രാഫർ SK മോഹനും കൂടിയാണ് കണ്ടെത്തുന്നത്. അങ്ങനെ ഓരോ കൊല അറിയുന്ന ആളുകളെ മുഴുവൻ കൊല്ലപ്പെട്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ നേരെ ഓഫീസിൽ വന്ന് ഇദ്ദേഹത്തെ വിളിച്ചു. ഇന്നത്തെ പോലെ മൊബൈലൊന്നുമില്ല, ലാൻഡ് ലൈനിൽ വിളിച്ചു. CA എടുത്തു. ഞാൻ പറഞ്ഞു, സാറിന് ഞാൻ ചോദിച്ചല്ലോ സാർ നിങ്ങളെന്ത് പണിയെടുത്ത് ഇല്ലാത്തൊരു ടോർച്ചിൻ്റെ കാര്യം നിങ്ങളെങ്ങനെയാണ്? അപ്പോൾ നമ്മളോട് പറഞ്ഞു, ഞാനാകെ അതുകൊണ്ടൊരു നല്ല കാര്യമല്ലേ, കുറേ ക്രിമിനൽസ് ബോംബുമായിട്ട് നടക്കൂല്ലോ എന്ന് പറഞ്ഞ് ഒരൊറ്റ ചിരിയാണ്. ഈ പുസ്തകം അദ്ദേഹത്തിന് നമ്മുടെ വിൻസെന്റ് പോൾ സാറാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് വായിച്ചിട്ട് അദ്ദേഹം ഒരു ദിവസം ഞായറാഴ്ച വിളിച്ചു. അന്നേരം ഈ ചിരി തന്നെ, നിങ്ങൾ മാത്രമല്ലല്ലോ പറ്റിയത്, ഏറ്റവും വലിയ പത്രത്തിനും കൂടി ആ പറ്റൽ പറ്റി, അതുകൊണ്ട് കുറേ ഗുണമുണ്ടായി എന്ന് പറയുകയുണ്ടായി. ആ പുസ്തകത്തിൻ്റെ 4ാം എഡീഷൻ ഇറങ്ങുമ്പോൾ അത് എഡീഷൻ ഓരോ തവണ, ആദ്യ എഡീഷൻ 6 മാസം കൊണ്ടാണ് ഈ 4 എഡീഷൻ ഇറങ്ങിയത്. ഇപ്പോൾ ഈ 2ാമത് വരുന്നത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചെറിയൊരു കഥ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ തലശ്ശേരിയിലെ പാരീസ് ബിരിയാണി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാരീസ് കുടുംബത്തിൽ നിന്നൊരു കാറാണ്. അവർ കാറ് പുറത്താർക്കും കൊടുക്കൂല. അവരെ കാറ് പൊതുവേ അവർ തന്നെ ഒരു ഹെറിറ്റേജ് പോലെ അവരെ പഴയ കാറുകളൊക്കെ അവർ സൂക്ഷിക്കുന്നവരാണ്. എന്നോടൊരു ബന്ധം വെച്ച് ഒരു മാരുതി ജെൻ എനിക്ക് തന്നു. അപ്പോൾ അത് പഠിച്ച് തീർന്നിട്ടേ ഉള്ളൂ. അങ്ങനെ പാരീസിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഈ കാറെടുത്ത് ലോഗൻസ് റോഡിലേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ കോള് വരികയാണ്. അന്ന് ഈ ഫോണുണ്ട്, മൊബൈൽ ഫോണുണ്ട്. ഫോൺ എടുത്തു. ഒരാൾ വെട്ടേറ്റിട്ട് ആശുപത്രി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റില്ല, രാഷ്ട്രപതി അടിക്കണം. ഞാൻ എടുത്ത കാറ് അതുപോലെ തന്നെ മെല്ലെ എങ്ങനെയല്ലോ റിവേഴ്സിലാക്കി അവിടെ കൊണ്ടുവച്ച് ആശുപത്രി ചെന്നു. അപ്പോൾ ഒരുത്തൻ്റെ മുഖം ഇങ്ങനെ വെട്ടി പിളർന്നിട്ടുണ്ട്, അവൻ്റെ കൈ ഇങ്ങനെ വെട്ടി പകുതിയാണ്. ഇവന് ഈ ചോര തുടച്ചുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുന്നത്. പക്ഷേ നമുക്കിത് ആരാണെന്ന് മനസ്സിലായില്ല. അവസാനം കാറിലേക്ക് കയറ്റുമ്പോഴാണ് RSSൻ്റെ നേതാവ്, ഇപ്പോഴത്തെ BJPയുടെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് MP സുമേഷാണെന്ന് മനസ്സിലാകുന്നത്. അന്ന് ആ കാറ് വലിയ പൂതിയോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുപോയി ചെല്ലാന്ന് വൈഫിനോടെല്ലാം പറഞ്ഞ കാറാണ്. അന്ന് കയറ്റിയിട്ട് പിന്നെ ഒരാഴ്ച കാറ് പുറത്തിറക്കാൻ പറ്റിയിട്ടില്ല. തുടർന്ന് 7 കൊലപാതകങ്ങളാണ്. ആ ആശുപത്രിയിൽ നിന്ന് ഇവനെ കയറ്റി ആ വണ്ടി അങ്ങ് പുറപ്പെട്ട ഒരു ഓട്ടോറിക്ഷയിലൊരു ടീം എൻ്റെ തൊട്ട് മുന്നിൽ വരുന്നുണ്ട്. അവർ എൻ്റെ ഓഫീസിരിക്കുന്നതിൻ്റെ നേരെ മുന്നിൽ ലോഗൻസ് റോഡിൽ ഒരു രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു പാവം ഓട്ടോ ഡ്രൈവർ, ഒരു അനുഭാവി മാത്രമാണ്. അദ്ദേഹത്തെ അവിടെ വെട്ടിക്കൊല്ലുന്നു. പിന്നെ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അങ്ങനെ ആ റിപ്പോർട്ടിങ്ങിൻ്റെ കഥയാണ് ആ കാറും എൻ്റെ ആദ്യത്തെ കാറും 7 മരണവും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കഥകൾ ചേർന്നിട്ടാണ് ഇപ്പോൾ ഹരിയേട്ടനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഹരിയേട്ടൻ വായിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് കേരള വിഷൻ പബ്ലിക്കേഷൻ തന്നെ പ്രസിദ്ധീകരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ചമ്മൽ ഇതാണ് ആദ്യത്തെ പുസ്തകം. അത് അടിച്ചുകൊണ്ട് പോയത് ഷംനാദാണ്. നല്ലോണം വിറ്റു. ഷംനാദിൻ്റെ പുസ്തകത്തിലൊരു കഥയുണ്ട്.
അതിവിടെ പറഞ്ഞാൽ തന്നെ ചിരിച്ച് അവള്. അതിനകത്തൊരു ഷംനാദിന്റെ ഏഷ്യാനെറ്റിന്റെ ഹെഡാണ്, ഏഷ്യാനെറ്റ് ഹെഡല്ലേ, സൺ ടിവിയുടെ. ഷംനാദ് പോയി കാണാൻ പോയപ്പോ അദ്ദേഹത്തിന്റെ പേര് തൂറൻ കന്ദസ്വാമി എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്താണ്. ചെന്നൈയിലെ ഓഫീസിൽ പോയിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ പോയ ആള് ഇദ്ദേഹത്തെ പേര് പരിചയപ്പെടുത്തുമ്പോൾ ഈ പേര് പറഞ്ഞ ഷംനാദ് ചിരിച്ചുകൊണ്ട് ചിരി അടക്കാൻ കഴിയാതെ, അപ്പൊ ഇത് വായിച്ചിട്ട് എനിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. ഞാനങ്ങനെ ആ വീട്ടിൽ ഇങ്ങനെ ഒറ്റക്കിരുന്ന് ചിരിക്കും. ആ പുസ്തകം വായിക്കുമ്പോൾ ഒത്തിരി ചിരിക്കാനുള്ള കഥകൾ. ഇത് മാത്രമൊന്നുമല്ല, ഏഷ്യാനെറ്റ് ചീഫ് വാഷ് ബേസിൽ മൂത്രമൊഴിച്ച കഥയല്ല, അതിനേക്കാൾ വലിയ രസകരമായ കഥകളുണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെയാണ് ആ പുസ്തകം അങ്ങനെ വെച്ചു തീർന്നത്. എഴുത്തിന്റെ ലോകത്താണ്. രണ്ടാമതും ഒരു പുസ്തകം കൂടി ഇറങ്ങുകയാണ്. അത് കേരള സമൂഹം എങ്ങനെ സ്വീകരിക്കും എന്ന് നോക്കിയിട്ട് വീണ്ടും എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ട്. തുടർന്നും എഴുതും. നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടെങ്കിൽ വലിയ ഈ ഒരു അവസരം തന്നതിന് വലിയ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.